ഏപ്രിൽ ആയപ്പോഴത്തേക്കും ചെന്നൈയിൽ ക്ലാസ്സുകളൊക്കെ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. അപ്പോൾ കുഞ്ഞുൻ്റെ ലഞ്ച് ബോക്സ് കാണാം. മസാല ദോശയാണ് ഇന്ന്. കൂടെ ഒരു വടയും ഞാൻ കുറച്ച് മസാല സെപ്പറേറ്റ് ആയിട്ടും വെച്ച് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഡേറ്റ്സും വാട്ടർ ബോട്ടിലൊക്കെ റെഡിയാക്കി നമ്മൾ ലഞ്ച് ബാഗിലാക്കിയിട്ടുണ്ട്. കുഞ്ഞിൻ്റെ ഈ ബാഗിൻ്റെ സൈഡിലാണ് വാട്ടർ ബോട്ടിൽ വെക്കുക. ലഞ്ച് ബാഗിൽ കൊള്ളില്ല. പക്ഷേ ഇത് ഇത്തിരി നീളമുള്ള വാട്ടർ ബോട്ടിലായതുകൊണ്ട് തന്നെ ആ സൈഡിൽ വെക്കാനുള്ള ആ ഗ്യാപ്പിൽ കൊള്ളുന്നില്ല. എപ്പോഴും ബോട്ടിൽ വീണ് പോവുകയാണ്. അപ്പോൾ അതിന് ഞാനൊരു പഴയ എലാസ്റ്റിക് ഉണ്ടായിരുന്നു ബാഗിൻ്റെ കൂടെ ഇങ്ങനെ കുറച്ച് കയറ്റിയിട്ട് തുന്നി കൊടുത്തു. അപ്പോൾ ഇപ്പോൾ വാട്ടർ ബോട്ടിൽ നല്ല സേഫ് ആയിട്ടിരിക്കും, ഒട്ടും വീഴാറില്ല കേട്ടോ. നെക്സ്റ്റ് ഡേ നമ്മൾ ഫ്രൈഡ് റൈസാണ്, ചിക്കനും കുറച്ച് മുട്ടയും വെജിറ്റബിൾസൊക്കെ ചേർത്ത് ഞാൻ ഫ്രൈഡ് റൈസാണ് ഉണ്ടാക്കി കൊടുത്ത്. കൂടെ ഫ്രഞ്ച് ഫ്രൈസും വറുത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പപ്പടമാണ് കൂട്ടാനായിട്ട് അതിലേക്ക് ചേർത്ത് കഴിക്കാൻ വേണ്ടി വേണമെന്ന് അവൾ പറഞ്ഞത്. അവൾ തലേ ദിവസം തന്നെ പറഞ്ഞു വെക്കാറുണ്ട്. നെക്സ്റ്റ് ഡേ ആണെങ്കിൽ ലെമൺ റൈസും സോയ വറുത്തതും കൂടെ അച്ചാറുമാണ്. ലെമൺ റൈസിന് ആൾക്ക് അച്ചാറാണ് കോമ്പിനേഷൻ. ഇതാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഇങ്ങനെയാണ് ഒരു 3 ദിവസം. ഫസ്റ്റ്